മാറ്റിയോ? നല്ല ഫ്രഷായിട്ടുള്ള ഒരുപാട് വേണ്ട. മുറിക്കുമ്പോ തന്നെ എന്നെ വേണോ? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മിൻ റൈസ് അല്ലെങ്കിൽ പുതിന റൈസ് ആണ്. വെജിറ്റേറിയൻസിനും നോമ്പ് നോക്കുന്നവർക്കും വളരെ ഇഷ്ടപ്പെടും. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് വേണ്ടത് ബസ്മതി റൈസ് ആണ്. അത് 1 കപ്പ് ഞാൻ അരമണിക്കൂറോളം കുതിർത്തതാണ്. പിന്നെ വേണ്ടത് ഇത് ഒരു ഇടത്തരം സവാള ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇത് 2 ബീൻസ് അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 നാരങ്ങയുടെ പകുതി. പിന്നെ 10-12 കാഷ്യൂ നട്ട്സ്. ഫ്രോസൺ ഗ്രീൻ പീസ് ഇത് ഞാൻ 1.5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും വേണ്ടത് പുതിനയില. അത് ഇന്നലെ അച്ഛൻ്റെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് പറിച്ചതാണ്. അത് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചേക്കുകയാണ് നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ്, പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂണോളം ചെറിയ തേങ്ങ, 4 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളകാണെങ്കിൽ 1 എടുത്താൽ മതി. നല്ല ജീരകം അത് 1/4 സ്പൂണോളം ഉണ്ട്. 2 ഏലയ്ക്ക, 3 ഗ്രാമ്പൂ, 1 തക്കോലം, ഒരു ചെറിയ പട്ടയുടെ കഷ്ണം അത് ഞാൻ 2-3 ഒടിച്ചു വെച്ചിട്ടുണ്ട്. ജാതിപത്രിയുടെ ഒരു ചെറിയൊരു പീസ്, 3 കുരുമുളക്, ഇത് ബേ ലീഫ്. പിന്നെ വേണ്ടത് നെയ്യാണ്. നമുക്ക് വെളിച്ചെണ്ണയും വേണേൽ യൂസ് ചെയ്യാം. പിന്നെ ചൂടുവെള്ളം. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഇത് കുക്ക് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങൾ അരയ്ക്കാനുണ്ട്. ഈ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, പിന്നെ ഈ വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പിന്നെ തേങ്ങ എടുത്തു വച്ചിരിക്കുന്നത്, പിന്നെ വേണ്ടത് പുതിനയിലയാണ്. അതിൻ്റെ തണ്ടില്ലാതെ ഇല മാത്രം. നമുക്ക് എടുത്തിരിക്കുന്ന ആ റൈസിന് അനുസരിച്ച് എടുക്കുക. നമ്മൾ ഒത്തിരി അങ്ങ് ആയിക്കഴിഞ്ഞാൽ അത് കൂടുതൽ എടുത്ത് നിൽക്കും. ഇപ്പം പുതിനയുടെ ടേസ്റ്റ് ആണല്ലോ മുന്നിട്ട് വരേണ്ടത്. ഇപ്പോൾ 1 പിടി പുതിനയില എടുക്കാം. അപ്പം ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അങ്ങനെ അരച്ച് കിട്ടി. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. ഇനി ഇതിവിടെ മാറ്റി വെക്കുകയാണ്. ബാക്കി നമുക്ക് വഴറ്റിയെടുക്കാം. പാത്രം ചൂടായിരിക്കുകയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ പകുതിയായിട്ട് എടുക്കാം. പകുതി നെയ്യും പകുതി വെളിച്ചെണ്ണയായിട്ട് എടുക്കാം. ഇത്രയും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് അതിടുകയാണ്. ഇതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കാം ആദ്യം. ഇത് ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാനാണ്. അങ്ങനെ നെയ്യ് കിടന്ന കാഷ്യൂസൊക്കെ മൂത്തു മാറ്റാം നമുക്ക്. ഇനി നമുക്ക് വോൾ സ്പൈസസ് ഇട്ട് ഒന്ന് മൂപ്പിക്കാം. എടുത്തു വച്ചിരിക്കുന്ന ജീരകം, 2 ഏലയ്ക്ക, 3 ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, ബേ ലീഫ്. ഒന്ന് പൊട്ടിത്തുടങ്ങിയാൽ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്.
ഈ റൈസ് നമുക്ക് 1 കപ്പ് വെച്ച് കഴിഞ്ഞാൽ 2 പേർക്ക് നന്നായിട്ട് കഴിക്കാം. അപ്പം 4 പേരുള്ളവരാണെങ്കിൽ, വീട്ടിലുള്ളവരാണെങ്കിൽ നമുക്കത് 2 ഗ്ലാസ് എടുക്കാം. അപ്പം എങ്ങനെയാണോ നമ്മുടെ ക്വാണ്ടിറ്റി അറിയാമല്ലോ, അതുപോലെ എടുക്കുക. അപ്പം ഈ സ്പൈസസും എല്ലാം കൂട്ടി കൊടുക്കണം. ഉള്ളിയുടെ കളറൊക്കെ മാറി തുടങ്ങി. നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പുതിനയിലയും മല്ലിയിലയും എല്ലാം കൂടെ അരച്ച പേസ്റ്റാണ്. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റണം. അങ്ങനെ 2-3 മിനിറ്റ് ഈ അരപ്പ് ചേർത്ത് വഴറ്റി കഴിഞ്ഞു. ഇനി പച്ചക്കറി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് വേണ്ടാത്തവർക്ക് അങ്ങനെ ചേർക്കണ്ട. നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈ ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം. ഇനി വേറെ ഏതെങ്കിലും പച്ചക്കറിയാണ് ഇഷ്ടമുള്ള, കോളിഫ്ലവറോ അല്ലെങ്കിൽ പൊട്ടാറ്റോസോ അങ്ങനെയെങ്കിലും ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചേർക്കാം. ഇതൊന്ന് വേണ്ട മതി എന്ന് വെച്ചാൽ ഇനി അരിയുടെ കൂടെ കിടന്ന് വേവമുള്ളതാണ്. നമുക്കിനി അരി ചേർത്ത് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് അരി കുതിർത്തതാണ്, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ അരിയും ഇതിൻ്റെ കൂടെ കിടന്ന് അങ്ങനെ ഒന്ന് മിക്സായി. നമ്മൾ 1 കപ്പ് അരി എടുത്തിരിക്കുന്നതുകൊണ്ട് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓരോ അരിയുടെ അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരും, അത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചേ എടുത്തിട്ടുള്ളൂ. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പുലാവ് പോലെ തന്നെയാണ്. നമുക്കിനി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം 1 കപ്പ് ആയതുകൊണ്ട് 1.5 കപ്പ് വെള്ളം. ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. 1.5 കപ്പ് കൂടെ ഒഴിക്കുന്നു. ഇനി ഉപ്പ് ചേർക്കണം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ്. നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ഉപ്പ് നോക്കുക. നമുക്ക് ഈ ഒഴിക്കുമ്പം അല്പം മുന്നിട്ട് നിന്നാലേ ചോറ് വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ട് നിൽക്കത്തുള്ളൂ. പിന്നെ ചേർത്താൽ ചിലപ്പോൾ മിക്സ് ആവത്തില്ല. ഇപ്പം കറക്റ്റായിട്ട് നിൽക്കുന്നു. ഇനി നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കണം. ദേ 1/2 നാരങ്ങയുടെ നീരാണ്. ഇത് കുരു വീഴാതെ. അപ്പം നാരങ്ങ നീര് ഒഴിച്ചു കഴിഞ്ഞാൽ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കത്തുമില്ല, നല്ല ഫ്ലേവറും ആയിരിക്കും. ആദ്യം തീ കൂട്ടി വെച്ച് കൊടുക്കുക. തിളച്ച് തുടങ്ങി കഴിയുമ്പം തീ കുറച്ച് വെച്ച് അടച്ച് വെച്ച് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നമ്മൾ ഈ വെള്ളം വറ്റുന്ന ആ പരുവത്തിന് വേവിക്കുക. റൈസ് കുക്കറാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. ഇതാകുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുക. ഇടയ്ക്ക് അടച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോറ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 15 മിനിറ്റായി. നമുക്ക് തുറന്നു നോക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിരുന്നു. പിന്നെ ആദ്യം ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിരുന്നത്. എനിക്കതൊന്ന് വെള്ളം കുറവാൻ തോന്നിയുകൊണ്ട് ഞാൻ 1/2 കപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. അരി ഇതേണ്ട കറക്റ്റ് പാകത്തിന് വെന്ത് ഒട്ടാതെ ഒരുപാടങ്ങ് ഇളക്കി കഴിഞ്ഞാൽ ചോറൊക്കെ മുറിഞ്ഞു പോകും. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അവസാനം നമുക്ക് ഒരു മണത്തിന് 1 സ്പൂൺ നെയ്യും കൂടെ ഒന്ന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം.
1 സ്പൂണോ 1/2 സ്പൂണോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 1/2 സ്പൂണേ ചേർത്തുള്ളൂ. ഇനി ഈ ബേ ലീവ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് വിളമ്പുന്ന സമയത്ത് മാറ്റാവുന്നതാണ്. ഇനി ഈ പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റട്ടെ. ചോറിൻ്റെ കൂടെ ക്യാരറ്റിൻ്റെയും ഗ്രീൻ പീസിൻ്റെയൊക്കെ കളേഴ്സ് നല്ല കോമ്പിനേഷനാണ്. അങ്ങനെ നമ്മുടെ മിൻ റൈസ് റെഡി ആയിരിക്കുന്നു. ഹെൽത്തിയും ടേസ്റ്റിയുമായ മിൻ റൈസ് റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, ഇതിൻ്റെ ഉപ്പും ടേസ്റ്റും ഒക്കെ, മിൻറ്റിൻ്റെയൊക്കെ ടേസ്റ്റ് എത്രമാത്രം വന്നിട്ടുണ്ടെന്ന് നോക്കട്ടെ. കറക്റ്റ് വേവും ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. നാരങ്ങയുടെ പുളിയും മിൻറ്റിൻ്റെ ടേസ്റ്റും എല്ലാം ഉണ്ട്. ഒരു ഗ്രീൻ കളറാണ്, മഞ്ഞളൊന്നും ചേർത്തിട്ടില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് വെജിറ്റബിൾ കുറുമയോ അല്ലെങ്കിൽ കേട്, റെയ്ത്ത, ഇഷ്ടമുള്ള എന്താ കോമ്പിനേഷൻസ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പനീറും ഒക്കെ നന്നായിട്ട് ചേരും. അപ്പോൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അലക്സ് അഞ്ജന വ്ളോഗ്സ്. ടാറ്റാ.